വെള്ള പാൽമുതുക്ക് എന്നുള്ള സസ്യം നമ്മുടെ നാട്ടിൻ പ്രദേശത്തും കാടുകളിലൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു കിഴങ്ങുകളുള്ള വള്ളി സസ്യമാണ് വെള്ള പാൽമുതുക്ക്. പാൽമുതുക്കിൽ രണ്ടിനങ്ങളുണ്ട്, വെള്ളയും കരിനീലയും. കരിനീല പാൽമുതുക്കിലാണ് ഒരു തണ്ടുകൾ കരിനീല കളറായിരിക്കും, ഇതിൻ്റെത് പച്ച കളറും ആയിരിക്കും. ഈ കാണുന്നതാണ് പാൽമുതുക്കിന്റെ കിഴങ്ങുകൾ. ഇതിന്റെ കിഴങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ചെറിയൊരു കിഴങ്ങാണ്, ചെറിയ വള്ളി ആയതുകൊണ്ട് ചെറിയ കിഴങ്ങാണ്. ഏകദേശം 3-4 കിലോ വരെ വരുന്ന വലിയ കിഴങ്ങുകൾ ഈ വള്ളി ഉണ്ടായി വരാറുണ്ട്. ഇതിന്റെ കിഴങ്ങുകളാണ് ആയുർവേദത്തിൽ പ്രധാനമായും ഔഷധമായി ഉപയോഗിക്കുന്നത്. നാട്ടുവൈദ്യത്തിൽ ശരീരബലം, ശരീരപുഷ്ടി കൂടാതെ കഷായങ്ങൾ, ലേഹ്യങ്ങൾ എന്നിവയിലെല്ലാം ഈ പാൽമുതുക്ക് ഒരു ഔഷധമായി ഉപയോഗിക്കുന്നു. ഇതിന്റെ കിഴങ്ങുകൾ നമ്മൾ നേരിട്ട് അല്ല കഴിക്കേണ്ടത്. ഈ കിഴങ്ങുകൾ ശുദ്ധി ചെയ്തിട്ടാണ് ആയുർവേദങ്ങളിൽ ഔഷധമായി ഉപയോഗിക്കുന്നത്. ഒരു സസ്യത്തിൽ നമുക്ക് ആവശ്യമുള്ള കെമിക്കലുകളേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യമില്ലാത്തതും ദോഷകരമായ കെമിക്കലുകളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നീക്കം ചെയ്തിട്ട് വേണം അത് ഭക്ഷ്യയോഗ്യമായോ അല്ലെങ്കിൽ ഔഷധമായോ ഉപയോഗിക്കേണ്ടത്. ഒറ്റമൂലി എന്ന് പറഞ്ഞ സസ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെപ്പറ്റി ശരിയായ ധാരണ ഉണ്ടായിരിക്കണം. എഫക്റ്റ് ഉള്ളതിന് തീർച്ചയായും സൈഡ് എഫക്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് വെള്ള പാൽമുതുക്ക് എന്നുള്ള സസ്യം. വീണ്ടും സസ്യങ്ങളെ വീഡിയോകളുമായി വരാം. ഓക്കെ, ബൈ.